ഹായ് വേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മണീസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഇത് ഇറങ്ങുമ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് കേക്കാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമേ ജലാറ്റിൻ ഒന്ന് കലക്കി വെക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി വെക്കാം. നമുക്ക് പഞ്ചസാര ഒന്ന് പാനിയൊക്കെ എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വെള്ളം ഒഴിച്ചിടണം. വെള്ളം ഒരു 3/4 കുപ്പി വെള്ളം വേണം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്ക് പഞ്ചസാര ഇല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. പഞ്ചസാര നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ജലാറ്റിൻ നേരത്തെ കലക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര അടുപ്പ് മെൽറ്റാകാൻ വെച്ചിട്ട് ജലാറ്റിൻ കലക്കാനും മതി. അങ്ങനെയാലും കുഴപ്പമില്ല. പഞ്ചസാര പാനിയിലേക്ക് ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ജലാറ്റിനൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ജലാറ്റിൻ പഞ്ചസാര അല്ലെങ്കിൽ ലൈന് റെഡി ആയിട്ടുണ്ട്. തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ജലാറ്റിൻ പാനി ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സ് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജലാറ്റിൻ ലായനി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ജലാറ്റിൻ ലായനി ബാലൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചക്കളറാണ് ചേർക്കുന്നത്. ഒരു 3-4 തുള്ളി ഒഴിക്കണം. ഇതിലേക്ക് കളർ ചേർത്ത് നമ്മൾ വെച്ചിട്ടുള്ള ജലാറ്റിൻ ലായനി ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക്. നമ്മുടെ ഫ്രൂട്ട്സ് കേക്ക് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് ഫ്രിഡ്ജ് വയ്ക്കാം. ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ 3 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി കേക്കാണ്. നോക്കിയാൽ എല്ലാവരും നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.